അതിലേക്ക് മാറ്റിയതിന് ശേഷം ഈ പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് റിമൂവ് ചെയ്തിട്ട് ടെമ്പറേച്ചർ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു വയറുണ്ട്. അത് നമുക്ക് മൾട്ടിമീറ്ററിന്റെ കൂടെ തന്നെ ഫ്രീ ആയിട്ട് കിട്ടും. അത് മോശമല്ലേ? അപ്പൊ സാദിഖ് സാർ റോങ് പറഞ്ഞെന്നാണ് അവർ പറയുന്നത്. അപ്പൊ തീർച്ചയായും സാദിഖ് സാർ അങ്ങനെ റോങ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ട്. IC റിമൂവ് ചെയ്യുമ്പോൾ പ്രിന്റ് ഡാമേജ് ആണ്, IC ഡാമേജ് ആണ്, പ്രിന്റ് ഡാമേജ്, ഇങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് എല്ലാവർക്കും വരാറുണ്ട്. തീർച്ചയായും എന്നോടും പലരും കമന്റിലും മെസ്സേജിലും വന്ന് ചോദിക്കാറുണ്ട് ഏതാണ് പ്രോപ്പർ ആയിട്ടുള്ള ഹീറ്റ്, പ്രോപ്പർ ആയിട്ടുള്ള ഹെയർ. അപ്പൊ ഇതിന് ഞാൻ പ്രോപ്പർ ആയിട്ട് മറുപടിയും കൊടുക്കാറുണ്ട്. അപ്പൊ സാദിഖ് സാറോട് സജഷൻ ചോദിച്ചിട്ടാണ് ഈ മറുപടി കൊടുക്കാറ്. പക്ഷേ ഈ മറുപടി കൊടുത്തരം ഒരുപാട് പേര്, ഇപ്പൊ 2-3 പേരായി എനിക്ക് മെസ്സേജ് അയക്കുന്നു, സാറ് പറഞ്ഞ ഹീറ്റും ഹെയറിലും നമ്മൾ വെച്ചിട്ടും IC ഡാമേജ് ആയിരുന്നു. അപ്പൊ അത് മോശമല്ലേ? അപ്പൊ സാദിഖ് സാർ റോങ് പറഞ്ഞെന്നാണ് അവർ പറയുന്നത്. അപ്പൊ തീർച്ചയായും സാദിഖ് സാർ അങ്ങനെ റോങ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും നമുക്ക് സാദിഖ് സാറെ ചോദ്യം ചെയ്യണം. ഈ കൂട്ടത്തിൽ ആരെങ്കിലും IC റിമൂവ് ചെയ്യുമ്പോൾ പ്രിന്റ് പോകുന്നതായിട്ടുള്ള പരാതിക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണാം, നമുക്ക് നോക്കാം എന്താണ് സാദിഖ് സാറിന് പറയാനുള്ളത്. സാദിഖ് സാറേ, തിരക്കിലാണോ? ഇന്ന് സാറിനെതിരെ ഒരു പരാതിയായിട്ടാണ് വന്നിട്ടുള്ളത്. 2-3 പേര് സാറിനെതിരെ പരാതി ആരോപിച്ചിട്ടുണ്ട്. അതായത് ഞാൻ സാറിനോട് ചോദിച്ചു IC റിമൂവ് ചെയ്യാൻ, അപ്പോൾ CPU റിമൂവ് ചെയ്യേണ്ട എല്ലാം ചോദിച്ച സമയത്ത് പലരും സാറിനോട് ചോദിച്ചു എന്താണ് ഏതാണ് പ്രോപ്പർ ഹീറ്റ്, എയർ, ഇതെങ്ങനെ നമുക്ക് ഫിക്സ് ചെയ്യാം, ഈ കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ സാറ് പറഞ്ഞ എന്താണോ അത് ഞാൻ പ്രോപ്പറായിട്ട് ഷെയർ ചെയ്തു. അതെ, സാറ് പറഞ്ഞത് ഞാൻ ഷെയർ ചെയ്തു. പക്ഷെ എന്ത് പറ്റിയെന്ന് പറഞ്ഞാല് ഇവര് അതേ ഹീറ്റും എയറും വെച്ചിട്ടും IC പോട്ടും IC ഡാമേജ് ആയി ബോർഡ് പ്രിന്റ് പോവാ. ഇത് കൊണ്ട് അവരിങ്ങനെ പറയുന്ന സാറ് പറഞ്ഞ റോങ് ആണെന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഈ 3-4 പേരും സാറ് പറയുന്ന റോങ് എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ഫോൺടെക്കിന്റെ ബാനറിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അതെന്താണ് സാർ അതിന്റെ എക്സ്പ്ലനേഷൻ എനിക്ക് തന്നേ പറ്റും. അതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞത് റോങ് ആയിട്ടാവില്ല. അവരെന്ത് ചെയ്തിട്ടുണ്ടാവില്ല, അവരെ യൂണിറ്റ് കാലിബ്രേഷൻ ചെയ്തിട്ടുണ്ടാവില്ല. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് നോർമലി ഒരു IC ഊരാനും 350 ഹീറ്റും ഒരു 50 എയറും മതി. ഒരു എക്സാമ്പിൾ, ഈ 350 ഹീറ്റും 50 എയറും ഇടുന്ന സമയത്ത് യൂണിറ്റ് നമുക്ക് എത്ര ടെമ്പറേച്ചർ ആണ് തരുന്നത് എന്നുള്ളത് ചിലപ്പോൾ റോങ് ആയിട്ടായിരിക്കും തരുന്നിട്ടുണ്ടാവുക. ഇപ്പൊ 350 ഹീറ്റിന് പകരം ചിലപ്പോൾ ഇത് 300 ഹീറ്റ് ആയിരിക്കും തരുന്നുണ്ടാവുക. അപ്പൊ ഈ 300 ഹീറ്റ് അടിക്കുന്ന സമയത്ത് ഈ ടെക്നീഷ്യൻ വിചാരിക്കും 350 തന്നെയാണല്ലോ ഇതിൽ കാണിക്കുന്നത്. ഔട്ട്പുട്ട് ചിലപ്പോൾ 300 ആയിരിക്കും. അത് ചിലപ്പോൾ ഇവർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ ഈ 350 ഇടുന്ന സമയത്ത് ഇവർ കുറെ നേരമായാലും ഹീറ്റ് അടിക്കണം, ഇനി IC ഡാമേജ് ആയി പോകുമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ തോണ്ടിയെടുക്കാൻ ശ്രമിക്കും. തോണ്ടിയെടുക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് ഈ പ്രിന്റ് മൊത്തം പോയി പോകുന്നത്. അപ്പൊ കാലിബ്രേഷൻ ചെയ്യൽ മസ്റ്റ് ആണ്. അപ്പൊ ഈ കാലിബ്രേഷൻ ചെയ്യാൻ അറിയാത്തവര് നമുക്ക് ആ ഒരു വീഡിയോ വേണമെങ്കിൽ ഇപ്പൊ നമുക്ക് ചെയ്ത് ഒന്ന് സാറിന് കാണിച്ചു തരാം. കാരണം ഇത് നമ്മൾ നേരിടുന്ന പല ടെക്നീഷ്യന്മാരും ഇപ്പൊ നേരിടുന്ന ഒരു പ്രശ്നമാണ്. IC റിമൂവ് ചെയ്യാൻ എല്ലാം ഒരു ഐഡിയ എല്ലാം കിട്ടി കാണും, എല്ലാം ചെയ്യുന്നവരും. പക്ഷെ എന്നാൽ IC റിമൂവ് ചെയ്യുന്ന സമയത്ത് പ്രിന്റ് ഡാമേജിന്റെ പേരിൽ റിട്ടേൺ ആക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് പ്രോപ്പറായി നമ്മളെ ഈ ഹീറ്റും എയറും എങ്ങനെയാണ് മെഷർ ചെയ്യുക, എങ്ങനെയാണ് അത് കാലിബ്രേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ നോക്കുന്നത്. ഒന്ന് ക്യാമറ ഇങ്ങോട്ട് അടുത്ത് വരട്ടെ. ഓക്കെ, യെസ് സാറേ, നമ്മളിപ്പോൾ നമ്മുടെ 2008 എന്ന് പറഞ്ഞ യൂണിറ്റിൽ 350 ടെമ്പറേച്ചറും 50 എയറുമാണ് ഇട്ടിട്ടുള്ളത്. യെസ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിൽ നമുക്ക് എത്രയാണ് ഔട്ട്പുട്ട് കിട്ടുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ മൾട്ടിമീറ്ററിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു തെർമലിൻ്റെ ഒരു എംബ്ലം അല്ലേ, അതിലേക്ക് മാറ്റിയതിന് ശേഷം ഈ പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് റിമൂവ് ചെയ്തിട്ട് ടെമ്പറേച്ചർ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു വയറുണ്ട്. അത് നമുക്ക് മൾട്ടിമീറ്ററിന്റെ കൂടെ തന്നെ ഫ്രീ ആയിട്ട് കിട്ടും. ഇത് അതിന്റെ കൂടെ തന്നെ വരുന്ന ഈ ഒരു മോഡിലേക്ക് മാറ്റിയതിന് ശേഷം സെലക്ട് ചെയ്തിട്ട് ടെമ്പറേച്ചർ മോഡ് ഒന്നുകൂടി കാണിച്ചു തരാം. യെസ്, നമുക്ക് ആദ്യം മുതൽ തന്നെ ചെയ്യാം. ആദ്യം ടെമ്പറേച്ചർ മോഡിലേക്ക് മാറ്റിയതിന് ശേഷം ഇവിടെ സെലക്ട് ചെയ്തിട്ട് സെൽഷ്യസിലേക്ക് മാറ്റും. സെൽഷ്യസിലേക്ക് ഇപ്പൊ കാണുന്ന 26 നമ്മുടെ റൂം ടെമ്പറേച്ചർ ആണ്. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ 350 ഹീറ്റും 50 എയറുമാണ് നമ്മളെ യൂണിറ്റിൽ ഇട്ടിട്ടുള്ളത്. കണ്ടു. ഓക്കെ, ഇനി നമുക്ക് അത് തന്നെയാണോ ഇതിവിടെ കിട്ടുന്നത് നമുക്ക് നോക്കാം. അതിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഹീറ്റ് ചെയ്യാം. 350 50 ആണ്. പക്ഷെ നമുക്ക് കിട്ടുന്നത് സാർ നോക്കിയേ 290 അല്ലെങ്കിൽ 280 300 ഈ റേഞ്ചിലാണ് കിട്ടുന്നത്. നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത് 350 ആണ്. യെസ്, തീർച്ചയായും നമ്മൾ സ്ക്രീനിൽ കാണുന്നുണ്ട് 350 50 ആണ്. ഒന്നുകൂടെ കാണിക്കാം. ഇല്ല, അത് ക്ലിയർ ആണ് അല്ലേ? ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 300 310 മാക്സിമം ആണ്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് പല ടെക്നീഷ്യന്മാരും വിചാരിക്കുന്നു 350 ഇട്ട് ഒരുപാട് സമയമായി IC ഡാമേജ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ IC എടുത്ത് പൊക്കിയെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം വെച്ചാൽ അവർക്ക് പേടിയാവും. കാരണം ഒരുപാട് സമയം ഹീറ്റ് അടിച്ചിട്ടും വരുന്നില്ല. അപ്പൊ ഒരുപക്ഷെ IC ഡാമേജ് ആയി പോകുമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് പൊക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് അവർ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മൾട്ടിമീറ്റർ വെച്ചിട്ട് ഇതിന്റെ
ടെമ്പറേച്ചർ എത്രയാണ് ഔട്ട്പുട്ട് വരുന്നത് എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് കാലിബ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിതിപ്പോ ഇത് 350 ഇട്ട് നമുക്ക് കിട്ടിയത് 300 അപ്പൊ നമുക്കിത് യൂണിറ്റിനോട് പറഞ്ഞു കൊടുക്കണം നമുക്ക് 350 അല്ല കിട്ടിയത് 300 കിട്ടിയത്. അപ്പൊ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചാനൽ 1ഉം ചാനൽ 3ഉം ഒരേ സമയം പ്രസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് കാണാം അവിടെ ജർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് കിട്ടിയത് എത്രയാണെന്നുള്ളത് ഇപ്പൊ നമുക്ക് 300 കിട്ടിയത്. സോ നമ്മൾ 300ലേക്ക് മാറ്റാം. നമുക്ക് 350 ഹീറ്റ് ടെമ്പറേച്ചർ വെച്ചിട്ട് 300 കിട്ടിയത്. സോ ആ 300 നമ്മൾ ഇനി ചാനൽ 2 ക്ലിക്ക് ചെയ്യാം. ചാനൽ 2 ഇനി നമ്മൾ 350 ഇട്ടിട്ട് നോക്കുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്. ഈ ഒരു ബ്ലോവറിന്റെ അകത്തും ഈ ഒരു മൾട്ടിമീറ്ററിൽ ഇത്രയും ഓപ്ഷൻ ഉണ്ട്, പല ടെക്നീഷ്യന്മാർക്കും അറിയില്ല. അതെന്തായാലും ഉപകാരപ്രദമാവും ഒരു ബിഗിനേഴ്സിന്. തീർച്ചയായും ഈ ഒരു വീഡിയോ ഇപ്പോ 360 ഏകദേശം 50 ആ റേഞ്ചിൽ വരുന്നുണ്ട്. എക്സാക്ട് ഇപ്പാണ് കണക്ക് റെഡി ആയത്. അപ്പൊ ഇത് അല്ല ഞാൻ ചോദിക്കാം സാറേ, ഒരു പുതിയ യൂണിറ്റ് ആര് വാങ്ങിച്ചാലും ഇനി സീനിയർ ആയാലും ബിഗിനർ ആയാലും ആര് വാങ്ങിച്ചാലും കാലിബ്രേഷൻ ചെയ്യലും മസ്റ്റാണ്. കാലിബ്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് വർക്കിന്റെ റിസൾട്ട് ചിലപ്പോൾ നല്ല ഹാൻഡ് സ്കില്ലുള്ള ടെക്നീഷ്യൻ ആയിരിക്കും, പക്ഷേ ഈ കാലിബ്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ വർക്കിന്റെ റിസൾട്ട് ആയിട്ടായിരിക്കും. തീർച്ചയായും നിങ്ങൾക്ക് ഏത് മാറ്റം ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തു. അതിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു വീഡിയോ ഇത്തരം കാര്യങ്ങൾ അറിയാതെ അബദ്ധങ്ങൾ കാണിക്കുമ്പോഴാണ് അവർക്ക് വന്നിട്ട് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് സാറേ ഇതിലെന്ന് അറിയാം, ഒരു ബിഗിനർ അവന്റെ ഡ്രീമാണ് ചിപ്പ് ലെവൽ വർക്ക്. അപ്പൊ അവൻ എന്താ പറയുക, ഇത്തരത്തിൽ ചെറിയ ചെറിയ നിസാര സംഭവം കൊണ്ട് ഫെയിലിയേഴ്സ് വരുന്നത് അവൻ അവന്റെ മനസ്സിൽ തന്നെ ഒരു നെഗറ്റീവ് എനിക്ക് നടക്കൂല. അവന് നല്ല ഹാൻഡ് സ്കിൽ ഉണ്ടാവും, ഇതേപോലെ ചെറിയ ടെക്നിക്കൽ ആയിട്ടുള്ള ഫോൾട്ട്. ഇപ്പൊ പലരും നമ്മൾ ഈ പല ടെക്നീഷ്യന്മാരും പറയുന്ന കേൾക്കുന്നുണ്ട്, എനിക്ക് ഈ ഫീൽഡ് സൂട്ടല്ല, എന്നെ 3 എടുത്ത് റിജക്ട് ചെയ്ത്, എന്നെ 4 എടുത്ത് റിജക്ട് ചെയ്ത് എന്നെല്ലാം പറഞ്ഞിട്ട് പലരും പറയാം. എനിക്ക് പറയാനുള്ളത് മറ്റേ ഈ കംപ്ലൈന്റ് പറഞ്ഞില്ലേ, അവരുടെ അടുത്ത് പറയാനുള്ളത് ഈറ്റും എയറും കറക്റ്റ് ആണ്, അവർ കാലിബ്രേഷൻ ചെയ്യാത്ത പ്രോബ്ലം ആണ് എന്നുള്ളത് പറയാം. അതെ, ചെറിയൊരു കാര്യം. അപ്പൊ സാറ് പറഞ്ഞ സാറിനെ കുറിച്ചുള്ള ഇനി കംപ്ലൈന്റ് ഇനി ഉണ്ടാകാൻ പാടില്ല. കാരണം എക്സാക്ട് കാരണം സാറ് പറഞ്ഞത് കറക്റ്റാ, പക്ഷെ നിങ്ങൾ കാലിബ്രേറ്റ് ചെയ്താതെ നിങ്ങളെ യൂണിറ്റിൽ നിന്ന് വരുന്ന ഔട്ട് പ്രോപ്പറായിട്ട് നോക്കാതെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ICയുടെ പ്രിന്റ് ഇനിയും പോകും. അപ്പൊ ഇനി ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.